വെടിവെപ്പിനിടെ മദ്യക്കുപ്പിയുമായി മാധ്യമപ്രവർത്തകർ കടന്നതെന്തിന്? ധാർമ്മിക ബോധത്തോടെയും സുതാര്യതയോടെയും പ്രവർത്തിക്കേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ. എന്നാൽ ലോകത്തിലെ മാധ്യമപ്രവർത്തകർ എല്ലാം തന്നെ എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്കായി വൈറ്റ് ഹൗസിൽ ഒരുക്കിയ അത്താഴ വിരുന്നിൽ ട്രംപിനെതിരെ വീണ്ടും വധശ്രമമുണ്ടായ സംഭവം ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. അത്താഴ വിരുന്നിൽ പ്രഥമ വനിത മെലാനിയ, വൈസ് പ്രസിഡന്റ് JD വാൻസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തിരുന്നു. മെലാനിയ ട്രംപിനൊപ്പമാണ് ട്രംപ് വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ എത്തിയത്. മുഖ്യവേദിയിലെ ഡിന്നർ ടേബിളിലായിരുന്നു ട്രംപും മെലാനിയയും. അത്താഴ വിരുന്നിൽ ട്രംപ് അതിഥികളെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് പെട്ടെന്ന് വെടിയൊച്ച മുഴങ്ങിയത്. ഉടൻ തന്നെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ ട്രംപിന്റെ ടേബിളിന്റെ അടുത്തേക്ക് എത്തി ട്രംപിന് സുരക്ഷയൊരുക്കി. മാത്രമല്ല, ട്രംപിനെയും മെലാനിയെയും JD വാൻസിനെയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. സുരക്ഷാ ചെക്ക് പോയിന്റിലൂടെ അക്രമി അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയ അക്രമകാരി കോൾ തോമസ് അലന്റെ ചിത്രം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. സുതാര്യതയ്ക്ക് വേണ്ടിയാണ് അക്രമിയുടെ ചിത്രം പുറത്തുവിട്ടതെന്നാണ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, അക്രമിയുടെ കയ്യിൽ ഒന്നിലധികം ആയുധങ്ങൾ ഉണ്ടായിരുന്നതായും ട്രംപ് പറഞ്ഞു. ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് വെടിയേറ്റ് പരിക്കേറ്റിട്ടുണ്ട്. ഈ വെടിവെപ്പിനിടയിൽ ഹോട്ടലിൽ നടന്ന മദ്യക്കുപ്പി മോഷണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. വെടിവെപ്പിനിടയിൽ ആളുകൾ പരിഭ്രാന്തരായി പായുന്നതിനിടെ ചില മാധ്യമപ്രവർത്തകർ വില കൂടിയ മദ്യക്കുപ്പികൾ അടിച്ചുമാറ്റുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ വിവാദമായിരിക്കുകയാണ്. ഈ പ്രവൃത്തി അമേരിക്കൻ മാധ്യമങ്ങൾക്ക് മങ്ങലേറ്റതായും അമേരിക്കൻ പ്രസിന്റെ സുതാര്യതയെ ബാധിച്ചതായും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുമെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങളും മാധ്യമ സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് വീക്ഷണം.